ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് എല്ലാ ശനിയാഴ്ചകളിലും മഗ്‌രിബിന് ശേഷം ഹിമായ ദർസ് എന്ന പേരിൽ നമുക്ക് മനസ്സിന് സമാധാനം കിട്ടുന്ന ദീനിനെക്കുറിച്ചുള്ള കൃത്യമായ തിരിച്ചറിവുകളാണ് അൽഹംദുലില്ലാ ഹിമായ ദർസിലൂടെ പകർന്നു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കാറുള്ളത്. അതിലൂടെ നമ്മുടെ ഈമാൻ വർദ്ധിക്കാനും നമുക്ക് സന്തോഷത്തോടെ സമാധാനത്തോടുകൂടെ ഇഹലോകത്തും പരലോകത്ത് സ്വർഗവും ലഭിക്കാൻ ഉതകുന്ന രീതിയിലാണ്, അതിനുപകരിക്കുന്ന വിധത്തിലാണ് ഇതിലെ ക്ലാസ്സുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പകർത്താനും ഒക്കെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് അശ്രദ്ധയിൽ നിന്ന് ഉണരാൻ എന്ന വിഷയത്തിലാണ് നമ്മൾ ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഒരു ഡ്രൈവർ, ആ ഡ്രൈവർ ജസ്റ്റ് ഒന്ന് കുറച്ച് സമയത്തേക്ക് അശ്രദ്ധനായാൽ വലിയ അപകടങ്ങൾക്ക് പലപ്പോഴും അത് കാരണമാകാറുണ്ട്. അഥവാ ദുനിയാവിലെ ചെറിയ ഒരു അശ്രദ്ധ പോലും പലപ്പോഴും പല മേഖലകളിലും നമുക്ക് ഒരുപാട് വിപത്തുകൾ വരുത്തി വെക്കാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള അശ്രദ്ധ. പലപ്പോഴും നമ്മൾ ദുനിയാവിലാണ്, ഇവിടുത്തെ തിരക്കുകളിലാണ്, ഇവിടുത്തെ പ്രാരാബ്ദങ്ങളിലാണ്. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോകണം. അപ്പോൾ ഈ ഒരു അശ്രദ്ധയിൽ നിന്ന് മാറി ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്കുള്ള ശ്രദ്ധ കൊടുക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല എങ്കിൽ വലിയ ദുരന്തമായിരിക്കും ഉണ്ടാകുക. വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകളിലൂടെ മാത്രം ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് കാണുമ്പോൾ ശരിക്കും നമുക്ക് മനസ്സിൽ ബേജാറും പേടിയും ഒക്കെ ഉണ്ടാകണം. എന്തിനാ ബേജാറും പേടി ഉണ്ടാകണത്? നമ്മൾ പേടിച്ചൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നമ്മൾ സൽക്കർമ്മങ്ങളിലേക്ക് സജീവമായി മുന്നോട്ട് വരാൻ, പാപങ്ങളിൽ നിന്ന് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച നന്മകളിലേക്ക് തിരിച്ചു നടക്കാൻ, ഞാൻ ശരിക്കും ഇതിന് വന്നതല്ല എന്ന ഒരു തിരിച്ചറിവ് ലഭിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിൽ ഒന്നാമത്തെ ആയത്ത് സൂറത്തു അംബിയയിലെ ഒന്നാമത്തെ വചനാണ്. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. അല്ലാഹ് പറയണം, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, ഇത് മനുഷ്യർക്ക് അവരുടെ വിചാരണ അടുത്തെത്തിയിട്ടുണ്ട്. വിചാരണ അടുത്തെത്തിയിട്ടുണ്ട്. നമ്മൾ ജീവിതത്തിൽ ചെയ്ത എല്ലാ കർമ്മങ്ങളും, നമുക്ക് പ്രായപൂർത്തിയായത് മുതലുള്ള ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളും വിചാരണക്കെടുക്കുന്ന വിചാരണ, പേടിയോടെ ഭയത്തോടുകൂടെ മാത്രം അഭിമുഖീകരിക്കേണ്ടി വരുന്ന വിചാരണ, ആ വിചാരണ അടുത്തെത്തിയിട്ടുണ്ട്. എന്നിട്ട് മനുഷ്യരുടെ അവസ്ഥ എന്താന്ന് പടച്ചവൻ പറയണം, വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, അവർ ഗഫ്ലത്തിലാണ്, അവർ അശ്രദ്ധയിലാണ്, അശ്രദ്ധയിൽ തിരിഞ്ഞു പോവുകയാണ് അവർ ചെയ്യുന്നത്. ഹിസാബിനെ കുറിച്ച് അവർക്ക് ചിന്തല്ല, വിചാരണയെക്കുറിച്ച് അവരാലോചിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആൻ, വിശുദ്ധ ഖുർആനിൽ
രണ്ട് വിഭാഗത്തെ സ്വർഗക്കാരെ കുറിച്ചും നരകക്കാരെ കുറിച്ചും പറയുമ്പോൾ പ്രത്യേകം പറഞ്ഞതാണ്, ഇന്നഹും കാനു ലാ യർജൂന ഹിസാബ. നരകക്കാരെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, അവര് ഹിസാബിനെ പ്രതീക്ഷിക്കാത്തവരാണ്, അവര് വിചാരണയെ പ്രതീക്ഷിക്കാത്തവരാണ്, വിചാരണയെക്കുറിച്ച് ചിന്തിക്കാതെ ജീവിക്കുന്നവരാണ്. എന്നാൽ സ്വർഗം ലഭിക്കുന്ന ആളുകൾക്ക് വലതുകരങ്ങളിൽ ഗ്രന്ഥം കിട്ടുമ്പോൾ, അവരുടെ എല്ലാ കർമ്മങ്ങളും രേഖപ്പെടുത്തിയ ഗ്രന്ഥം അവരുടെ കൈ കൊടുക്കുമ്പോൾ അവര് പറയും, ഹാ ഉമുഖറഉ കിതാബിയ, ദാ എന്റെ ഗ്രന്ഥം നിങ്ങൾ വായിച്ചു നോക്കിക്കോളി. ഇന്നി വനൻതു അന്നി മുലാഖിൻ ഹിസാബിയ, എനിക്ക് ഉറപ്പായിരുന്നു എന്റെ വിചാരണയെ ഞാൻ കണ്ടുമുട്ടേണ്ടി വരുമെന്ന്. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് സംസാരിച്ചിട്ടുള്ളത്. ഞാൻ ആ വിചാരണയെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് എൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ക്രമീകരിച്ചിട്ടുള്ളത്. ആളുകൾക്കനുസരിച്ചിട്ടല്ല, എൻ്റെ വീട്ടിലുള്ള ആളുകൾ ചെയ്തതിനനുസരിച്ചിട്ടല്ല, എൻ്റെ ഫ്രണ്ട്സ് ചെയ്തതിനനുസരിച്ചല്ല, സ്റ്റാറ്റസിൽ കണ്ട ആളുകൾ ചെയ്തതിനനുസരിച്ചിട്ടല്ല. എനിക്കറിയാം അവരാരും എൻ്റെ കർമ്മങ്ങളെക്കുറിച്ച് മറുപടി പറയേണ്ടി വരില്ല. എൻ്റെ കർമ്മങ്ങൾ എൻ്റെ റബ്ബ് എന്നോടാ ചോദിക്കുക. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ രണ്ടായത്ത് നിങ്ങൾ എടുക്കി, വിചാരണയെക്കുറിച്ച് പറഞ്ഞ ഈ രണ്ടായത്തുകൾ നമ്മൾ ഏത് തട്ടിലായിരിക്കും ഉണ്ടാകുക? നമ്മൾ ഇന്നത്തെ ദിവസം, സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? പടച്ചോനെ, ഞാൻ വിചാരണ ചെയ്യപ്പെടുമല്ലോ, എൻ്റെ വാക്കുകളെ കുറിച്ച്, എൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച്, എൻ്റെ ഇബാദത്തുകളെ കുറിച്ച്, എൻ്റെ ദേഷ്യത്തെക്കുറിച്ച്, എൻ്റെ സംസാരത്തെക്കുറിച്ച്, ഞാൻ നിർബന്ധമായും നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെ കുറിച്ച്, എൻ്റെ ഇബാദത്തുകളെ കുറിച്ച്, എൻ്റെ വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തെക്കുറിച്ച്, എൻ്റെ നിസ്കാരത്തെക്കുറിച്ച്, എൻ്റെ മക്കളോടുള്ള കടമകളെക്കുറിച്ച്, ഭർത്താവിനോടുള്ള കടമകളെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ഈ ഒരു വിചാരണ എന്നുള്ള സംഗതി വന്നിട്ടുണ്ടോ? ഇല്ല എങ്കിൽ, വിചാരണയെക്കുറിച്ചിട്ടുള്ള ചിന്ത ഇല്ലാതെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ, ഖുർആനിന്റെ വെളിച്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റും, നമ്മൾ ഗഫ്ലത്തിലാണ്, നമ്മൾ അശ്രദ്ധയിലാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം നിൽക്കുന്ന സമയത്ത് അതിങ്ങനെ ആലോചിച്ചിരിക്കണം. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവർക്ക് മനസ്സിലായത് പരലോകത്തെ കുറിച്ച് ആലോചിക്കണം. ആ സമയത്ത് അവർ ചോദിച്ചു, അയിന ബലഹത്ത, നിങ്ങളിപ്പോ എവിടെ എത്തിയിട്ടുള്ളത്? നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ആലോചനകൾ ഇപ്പൊ എവിടെ എത്തിയിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞു, അസ്സിറാത്ത്, ഞാനിപ്പോ എന്റെ ചിന്തയിൽ, എന്റെ ആലോചനയിൽ ഞാനിപ്പോ സിറാത്തിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, സിറാത്തിൽ എത്തണമെങ്കിൽ എവിടെ പോകണം? മരണത്തെക്കുറിച്ച് ചിന്തിക്കണം, ഖബറിനെ കുറിച്ച് ചിന്തിക്കണം, മഹ്ശറിനെ കുറിച്ച് ചിന്തിക്കണം, അല്ലെ? ഓരോ ഘട്ടങ്ങൾ, ആ ഘട്ടങ്ങളെ കുറിച്ച് ചിന്തിച്ച് സിറാത്തിൽ വന്ന് നിൽക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഇവര് ചോദിക്കണത്, നിങ്ങൾ എവിടെ എത്തി? നമ്മുടെ ചിന്തകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നില്ല എങ്കിൽ, പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ അശ്രദ്ധയിലാണ്. ഉള്ള കാക്കട്ടെ, നമ്മൾ ദുനിയാവിന്റെ നെട്ടോട്ടത്തിലാണ്. നമ്മൾ ഇവിടുത്തെ നിസ്സാരമായ പ്രശ്നങ്ങളെ കുറിച്ച് വേവലാതിയിലാണ്, ആവലാതിയിലാണ്. നമുക്ക് ദുനിയാവിനെ കുറിച്ചാ ചിന്ത ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഒന്നാമത്തെ വചനം. രണ്ടാമത്തെ വചനത്തിൽ അല്ലാഹ് പറഞ്ഞു, യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയ, അവർക്ക് ദുനിയാവിലുള്ള ഇഹലോക ജീവിതത്തിന്റെ ആ ഒരു പുറമോടി അതൊക്കെ ഒൽക്ക് അറിയാം. ദുന്യവിയായ കാര്യത്തെക്കുറിച്ച് എന്ത് ചോദിച്ചാലും അവർക്ക് ഇൽമുണ്ട്, അറിവുണ്ട്. വഹും അനിൽ ആഖിറത്തി ഹും ഗാഫിലൂൻ, പരലോകത്തെ കുറിച്ച് അവർ അശ്രദ്ധയിലാണ്. ദുന്യവിയായ കാര്യങ്ങളെക്കുറിച്ച്, അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത്, അതിനെക്കുറിച്ചാണ് അവർക്ക് അറിവുള്ളത്. ദീനിയായ പരലോകത്തെക്കുറിച്ചുള്ള ആലോചനയോ ചിന്തയോ അറിവോ അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അവർ അശ്രദ്ധയിലാണ്. നമ്മൾ ദുനിയാവിനാണോ പ്രാധാന്യം കൊടുക്കുന്നത്?
അതല്ല പരലോകത്തെ കുറിച്ചിട്ടാണോ നമ്മുടെ ചിന്ത ഉള്ളത്? അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ടോ? പഠിച്ചോനെ, എന്റെ വിശ്വാസം അത് കൃത്യാണോ? എന്റെ നിസ്കാരം റെഡിയാണോ? അതോ കിട്ടുന്ന സമയമൊക്കെ നമ്മൾ ദീനിയായ പഠനങ്ങൾ, പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ, നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ക്ലാസുകൾ, പഠനങ്ങൾ, വായനകൾ നമ്മൾ നടത്താറുണ്ടോ? അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടോ? അതല്ല കിട്ടുന്ന സമയമൊക്കെ കുറച്ച് ഫ്രീ കിട്ടുമ്പോൾ റീൽസും ഷോർട്സും മൊബൈൽ ഫോണിൽ വീഡിയോകൾ കണ്ട്, ഒരു ഉപകാരവും ഇല്ലാത്ത വീഡിയോകൾ കണ്ട് തീർക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എങ്കിൽ നമ്മൾ ഗഫ്ലത്തിലാണ്. ശരിക്കും നമ്മൾ ചിന്തിക്കണം. കുറച്ച് ബേജാറ് നമുക്ക് ഉണ്ടാണ് ഈ വിഷയത്തിൽ. അള്ളാഹ് കാക്കട്ടെ. ഗഫ്ലത്ത് എന്ന ഷേഖ് കഹ്താനിയുടെ ഒരു പുസ്തകമുണ്ട്, അറബിലുള്ള പുസ്തകം. ശരിക്കും അതിന്റെ ഓരോ കാരണങ്ങൾ, അതിന്റെ അടയാളങ്ങൾ, അതിന്റെ പരിഹാര മാർഗങ്ങൾ, അതിന്റെ അപകടങ്ങൾ, ഇതൊക്കെ വിശദമായിട്ട് പറയുന്ന ഓരോ പോയിന്റ് വായിക്കുമ്പോഴും പഠിച്ചോനെ, നമ്മളെ കുറിച്ചിട്ടാണോ അത് പറയുന്നത് എന്ന് ചിന്തിപ്പിക്കുമാറ്. എത്ര ഗൗരവമുള്ള വിഷയമാണ്. നമുക്ക് എത്രത്തോളം നമ്മളൊക്കെ അശ്രദ്ധയിൽ നിന്ന് ഉണരാനുണ്ട്. നമ്മൾ ചിന്തിക്കണില്ല, നമ്മൾ പലപ്പോഴും ആലോചിക്കണില്ല, നമുക്കത് ആലോചിക്കാനുള്ള സമയമില്ല, അല്ലേ? അള്ളാഹു കാക്കട്ടെ. ശ്രദ്ധയിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകട്ടെ. മൂന്നാമത്തെ ആയത്ത് അള്ളാഹ് പറയാണ്, പുസ്തകത്തിന്റെ പേര് അൽ ഗഫ്ല. അൽ ഗഫ്ല പൂർണ്ണമായ പേര് നോക്കണ്ടേ? ഷഹീദ് ഷെയ്ഖ് സഈദ് അലി ഇബ്നു വഹഫ് അൽ ഖഹ്താനി എന്ന് കൊടുത്താൽ മതി. അൽ ഗഫ്ല മഫ്ഹൂമുഹ വ ഖത്തറുഹ വ അലാമതുഹ വ അസ്ബാബുഹ വ ഇലാജുഹ. ഇത്രയും പേര്, ഒരു വിശദമായ ഒരു പേരാണ്. ഗഫ്ല എന്ന് കൊടുത്താൽ മതി, അപ്പൊ തന്നെ കിട്ടും. ഷെയ്ഖ് കഹ്താനിന്റെ എന്ന് പറഞ്ഞാൽ മതി. ഗഫ്ല എന്ന് പറഞ്ഞാൽ അശ്രദ്ധ. നിങ്ങൾ അടുത്ത ആയത്ത് നോക്കി, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅന. ഒരു വിഭാഗം ആളുകൾ. ഇതൊക്കെ ആരെ കുറിച്ചിട്ടാ പറയണത് പ്രിയപ്പെട്ട സഹോദരിമാരെ? ഇത് ആരെ കുറിച്ചിട്ടാ പറയുന്നത്? നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ഓരോ ആയത്തുകൾ, ഇത് കാഫിരീങ്ങളെ കുറിച്ചിട്ടാണ്, ഇത് മുനാഫിക്കുകളെ കുറിച്ച്, അത് നിന്നെ കുറിച്ചിട്ടല്ല എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. മറിച്ച് ആയത്തിന് എപ്പോഴും, സഹാബത്തിനൊക്കെ പേടിയായിരുന്നു ഒരായത്തിറങ്ങും, പഠിച്ചോനെ ഇതിനെ കുറിച്ചിട്ടാണോ പറയണത്? ഇതിലെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും എന്നെ കുറിച്ച് പറയുന്നത് പോലെ ഉണ്ടല്ലോ. നമുക്ക് ആ പേടി ഉണ്ടാകണം. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅന. ഒരു വിഭാഗം ആളുകൾ, അവർക്ക് നമ്മെ കണ്ടുമുട്ടണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. അള്ളാഹ് പറയണം, അള്ളാനെ കണ്ടുമുട്ടണമെന്ന് അവർ ആഗ്രഹിക്കണില്ല. നമുക്ക് അള്ളാനെ കണ്ടുമുട്ടണമെന്ന് അതിയായ ആഗ്രഹമുണ്ടോ? ശരിക്കാലോചിക്കുക. മനസ്സിന്റെ ഉള്ളെന്ന് പറയാം, നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം, അള്ളാനെ കണ്ടുമുട്ടണം. അങ്ങനെ ആഗ്രഹം ആർക്കാ ഉണ്ടാകാം? ആ കണ്ടുമുട്ടലിന് വേണ്ടി ശരിക്കും ഒരുങ്ങിയ ആളുകൾക്ക് ആഗ്രഹം അങ്ങനെ ഉണ്ടാവുള്ളൂ. ആ അള്ളാഹ്ക്ക് വേണ്ടി പലതും ഉപേക്ഷിച്ചവർ, അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ ക്ഷമിച്ചവർ, മനസ്സിലായോ? അള്ളാന്റെ പരീക്ഷണത്തിൽ ക്ഷമിച്ചവർ, അള്ളാഹ് പറഞ്ഞ കൽപ്പനകൾ ജീവിതത്തിന്റെ ഭാഗമാക്കിയവർ, അള്ളാന്റെ വിധിവിലക്കുകൾക്ക് അത്രയും ഗൗരവം കൊടുത്തവർ, സൂക്ഷ്മതയുടെ നിറവിൽ ജീവിച്ചവർ, അവര് കാത്തുക്കാണ്. അവർക്ക് മരണം വിഷയമല്ല. കാരണം എന്താ? മരിച്ചാലേ അവർക്ക് അള്ളാനെ കാണാൻ പറ്റുള്ളൂ. അവർക്കറിയാം. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമുക്ക് അങ്ങനെ ആഗ്രഹമുണ്ടോ? നമ്മുടെ മനസ്സിനോട് നമ്മൾ ചോദിക്കുക, നമുക്ക് അങ്ങനെ ആഗ്രഹമുണ്ടോ?
മനസ്സറിഞ്ഞുള്ള ഒരാഗ്രഹം, എനിക്ക് എൻ്റെ റബ്ബിനെ കാണണമെന്നുള്ള ആഗ്രഹം. അള്ളാഹ് പറയാ, ഒരു വിഭാഗം ആളുകൾ അവർക്ക് നമ്മളെ കാണണമെന്ന് ആഗ്രഹമില്ല, നമ്മെ കാണണമെന്ന് ആഗ്രഹമില്ല. വറദൂ ബിൽ ഹയാത്തിദ് ദുനിയ, വറദൂ ബിൽ ഹയാത്തിദ് ദുനിയ. അവര് ദുന്യവിയായ ജീവിതത്തിൽ, ഈ ഹലോകത്തെ ജീവിതത്തിൽ അവര് സംതൃപ്തരാണ്. അവർക്ക് ഈ ജീവിതം മതി. ഇവിടുത്തെ സുഖങ്ങള്, അവർക്ക് മരിക്കണത്, ഈ ലോകം വിട്ടുപോണതൊന്നും അവർക്ക് ഇഷ്ടം, അവർക്ക് ഇവിടെ മതി. വതുമഅന്നു ബിഹാ, അവരിവിടെ അങ്ങനെ തൃപ്തിപ്പെട്ട് ഇഷ്ടപ്പെട്ട് അവര് ഇവിടെ കൂടിയിരിക്കുകയാണ്. ഇവിടെ മോടി പിടിപ്പിച്ച് ഇവിടെ ഇനി വർഷങ്ങളോളം, നൂറ്റാണ്ടുകളോളം അവിടെ ജീവിക്കണം എന്ന അർത്ഥത്തിലാണ് അവിടെ ഉള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ പോണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുതുകില് ഈത്തപ്പന ഓല കൊണ്ടുണ്ടാക്കിയ, പിന്നെ ഈത്തപ്പന മടഞ്ഞുണ്ടാക്കിയ ആ മെത്തയിൽ കടന്നതിന്റെ അടയാളം കണ്ടപ്പോ സഹാബത്ത് ചോദിച്ചു, നബിയെ ഒരു നല്ല മെത്ത ഉണ്ടാക്കി തരട്ടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാലി വലി ദുനിയ, ഞാനും ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? ഇല്ല കറാക്കിബ്, ഒരു വഴിയാത്രക്കാരനെ പോലെ. ഒരു യാത്രക്കാരിങ്ങനെ പോകുമ്പോ ഒരു മരത്തിന്റെ ചുവട്ടിൽ കുറച്ച് സമയം ഇരുന്ന് വിശ്രമം കഴിഞ്ഞിട്ട് എണീറ്റ് പോകൂല, അതേപോലെ ഈ മരത്തിന്റെ ചുവടേ അതിന്റെ സ്ഥാനമേ ദുനിയാവിനുള്ളൂ. പിന്നെ അവർക്കൊക്കെ അവരുടെ ഒരു മൈൻഡ് സെറ്റ് തന്നെ പരലോകാണ്. ഇവിടുത്തെ പ്രശ്നമൊന്നും അവർക്ക് പ്രശ്നമല്ല. മനസ്സിലായോ? ഇവിടുത്തെ പ്രശ്നം അവർക്ക് പ്രശ്നമല്ല. നമുക്ക് ഇവിടുത്തെ പ്രശ്നമാണ് പ്രശ്നം. നമ്മുടെ ടെൻഷൻ എന്താ? നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കാണ്. ഇന്ന് നമ്മുടെ മനസ്സിൽ നീറിപ്പുകയുന്ന വിഷയങ്ങൾ എന്താ? ഇന്നലെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആലോചിച്ചത് എന്താ? ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മുടെ ചിന്തയിൽ കടന്നു വരുന്ന വിഷയങ്ങൾ ഭൂരിഭാഗവും ദുനിയാവാണ്, അല്ലെങ്കിൽ മുഴുവൻ പലപ്പോഴും ദുനിയാവാണ്. അവര് ദുന്യവിയായ ജീവിതത്തിൽ, ഇഹലോക ജീവിതത്തിൽ അവർ തൃപ്തിപ്പെട്ട് കഴിയുന്നു. വല്ലദീനഹും അൻ ആയാതിനാ ഗാഫിലൂൻ, അവർ നമ്മുടെ ആയത്തുകളെ കുറിച്ച് അശ്രദ്ധരാണ്. അള്ളാന്റെ ആയത്തുകളെ കുറിച്ച് അശ്രദ്ധരാണ്. ഉലൈക മഅവാഹുമുന്നാർ ബിമാ കാനൂ യക്സിബൂൻ, അവര് പ്രവർത്തിച്ചതു നിമിത്തം അവർക്ക് ഇനി വരാനുള്ളത് നരകാണ്, അവർക്ക് പോയി കിടക്കുള്ളത് നരകാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട സംഗതി. ഈ ആയത്തുകളൊക്കെ നമ്മൾ ഇതൊക്കെ പിന്നെ കാഫിറുകളെ കുറിച്ച്, അല്ലെങ്കിൽ സത്യനിഷേധികളെ കുറിച്ച്, മുനാഫികളെ കുറിച്ച്, അവരെ കുറിച്ചൊക്കെ പരാമർശിക്കപ്പെടുന്ന ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ പലപ്പോഴും ഇതിന്റെ ഭാഗമായി നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മളെ ജീവിതം കൊണ്ട് നമ്മൾ ആലോചിക്കണം. അതാ സഹാബത്തിന് ഇങ്ങനത്തെ ആയത്തൊക്കെ പേടിയുണ്ടായിരുന്നു. നമ്മളെക്കാൾ എത്രയോ സൂക്ഷ്മതയിൽ ജീവിച്ച സഹാബത്തിന് ആ പേടിയുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് എത്ര സൂക്ഷ്മത ഉള്ളത് നമ്മൾ ആലോചിക്കണം. നാലാമത്തെ വളരെ ഗൗരവമുള്ള ആയത്, ഇവിടുന്ന് ഒന്നും ശ്രദ്ധ ഉണ്ടാകൂല. ഇവിടെ ആഴ്ചകൾ കഴിയും, മാസങ്ങൾ കഴിയും, അല്ലെ? നമ്മളൊക്കെ മറ്റുള്ളവരെ നോക്കണം, നിങ്ങളത് നിർത്തിക്കോളി, നമ്മളെ കൂടെ ആരും ഉണ്ടാവൂല. എന്റെ വീട്ടിൽ കുറച്ചൊക്കെ മെച്ചപ്പെട്ട ആള് ഞാനാണ്, എന്റെ ഫ്രണ്ട്സിനെ എടുക്കുമ്പോ ഞാനാണ് ശരിക്ക് ഇസ്ലാമിക, ഞാൻ എങ്ങനെങ്കിലും ധരിക്കണില്ലേ? അതൊന്നും നമുക്ക് കാരണാകൂല. അതൊന്നും അള്ളാന്റെ മുമ്പിൽ നമുക്ക് ന്യായീകരണാകൂല. ഞാൻ എങ്ങനെയും കുറച്ചെങ്കിലും പഠിക്കണില്ലേ? അതൊന്നും ഇവിടെ വിഷയാകൂല. നമ്മൾ അശ്രദ്ധയിൽ നിന്ന് ശ്രദ്ധയിലേക്ക് നമ്മൾ വന്നിട്ടില്ലെങ്കിൽ എന്താ അറിയോ? എല്ലാവരും പഠിച്ചോ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ മരണമാണ്. മരണത്തിന്റെ കവാടത്തിലൂടെ അങ്ങനെ കേറുമ്പോ, പുതിയ ഒരു ലോകത്ത് അവൻ എത്തുമ്പോ, അവൾ എത്തുമ്പോ അള്ളാഹ് ചോദിക്കുന്ന ചോദ്യം, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, ഇങ്ങനെ വരണ്ടിയിരുന്നു നിങ്ങൾ, അതിനെക്കുറിച്ച് നിങ്ങൾ അശ്രദ്ധയിലായിരുന്നു അല്ലേ? ഈ പരലോകത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, ബർസഖിനെ കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച് ഒക്കെ നിങ്ങളെ മൈൻഡിൽ അതൊന്നും ഉണ്ടാകുന്നില്ല. നിങ്ങളെ ജീവിതം കണ്ട അതൊന്നുമില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് അശ്രദ്ധയിലായിരുന്നു. നിങ്ങളുടെ ദിവസങ്ങൾ കഴിഞ്ഞത്, നിങ്ങളുടെ ആഴ്ചകൾ കഴിഞ്ഞത്, നിങ്ങളുടെ ആയുസ് തീർന്നു പോയത് നിങ്ങൾക്ക് എവിടെയായിരുന്നു? മൊബൈൽ ഫോണിൽ
പല സംഗതികളിലും ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് 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 നിങ്ങൾ പോവുകയാണ്. എന്തൊക്കെയോ ചെയ്ത് ആരൊക്കെയോ ദേഷ്യം പിടിച്ച് ഇബാദത്തിൽ തന്നെ ശ്രദ്ധയില്ലാതെ. അള്ളാഹ് പറയണത് അറിയോ? ഇതാ ആ മൂടി, ആ ശ്രദ്ധയുടെ, നിങ്ങൾ ഇതുവരെ ചിന്തിക്കാത്ത ആ ഒരു നിങ്ങളുടെ ആ മൂടി, ആ മറങ്ങട്ട് പടച്ചോ നീക്കുക. ഇന്ന് നിങ്ങളുടെ കാഴ്ചക്ക് മൂർച്ചയുണ്ട്. നിങ്ങൾ കാണണം, ഇതുവരെ കാണാത്ത കാഴ്ചകൾ നിങ്ങൾ കാണണം. ഇതുവരെ നിങ്ങൾ ചിന്തിക്കാത്ത ചിന്തയിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ് നിങ്ങളെ. എത്ര പേടിണ്ടാവും, എത്ര ബേജാറുണ്ടാവും. അശ്രദ്ധയില്ലാത്ത ഒരു ലോകം, പിന്നെ അശ്രദ്ധ ഉണ്ടാവില്ല. പ്രിയപ്പെട്ട സഹോദരിമാർ, ഇത് നമുക്ക് വരാനുള്ളതാണ്. നമുക്ക് ചിലപ്പോ ഇന്നായിരിക്കും വരാണ്ടാകുക. സുബ്ഹാനല്ലാഹ്, പടച്ചോൻ കാക്കട്ടെ. ചിലപ്പോ എന്നായിരിക്കും നമ്മളൊക്കെ വിചാരിക്കണം. ശൈത്താൻ അങ്ങനെ അശ്രദ്ധയിൽ കൊണ്ടുപോകണം. എന്താ അറിയോ? ഞമ്മക്ക് ഇനി എത്രയോ വർഷങ്ങളൊക്കെ ഇനി നമുക്ക് ഉണ്ട്, നമ്മൾ ഉറപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് മരിക്കുമെന്ന്, അല്ലെങ്കിൽ നാളെ മരിക്കുമെന്ന് നമുക്കറിയോ? നമുക്കറിയോ? ഞാനൊക്കെ ഇനി എന്നോ മരിക്കാണ്ട്, അല്ലെ? എന്നോ മരിക്കാണ് ഞാൻ ചെയ്യുന്നത്. നമ്മള് ഗഫലത്തിലാണ്. ഞാൻ പറയുന്നത്, നമ്മൾ ആരെയും കുറ്റപ്പെടുത്താണ് പറയല്ല. നമ്മളെ കുറിച്ചിട്ട് ആലോചിക്കാൻ, ഞാൻ എന്നെ കുറിച്ച്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ കുറിച്ച് എന്തിനാണ് കുറെ ബേജാറായി ടെൻഷൻ അടിച്ച് പോകാനുള്ളതല്ല. മറിച്ച് നമ്മൾ ശ്രദ്ധയുള്ള ജീവിതത്തിലേക്ക് വരണം. നമ്മൾ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് ഒന്നും കൂടി മെച്ചപ്പെടണം. നമുക്കൊക്കെ മെച്ചപ്പെടാനുണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. നമുക്ക് ആർക്കെങ്കിലും ഞാനൊക്കെ ഉഷാറാണെന്ന് തോന്നുന്നുണ്ട് എങ്കിൽ ആയിഷുമ്മ പറഞ്ഞത് റളിയല്ലാഹു തആല അൻഹ, അവരാണ് ഏറ്റവും മോശപ്പെട്ട ആളുകൾ. കാരണം സഹാബത്ത് അങ്ങനെ വിചാരിച്ചിട്ടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനെ വിചാരിച്ചിട്ട്. അവരൊക്കെ എത്ര സൂക്ഷ്മതയിൽ ജീവിച്ചിട്ടും ഇനിയും കുറെ ചെയ്യാനുണ്ട്, പാകപ്പിഴവുകൾ വന്നു പോയിട്ടുണ്ട് എന്ന് ചിന്തിച്ചവരാ സഹാബത്ത്. നമ്മളൊക്കെ അറിവില്ലായ്മ കൊണ്ടാണ് നമ്മളൊക്കെ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തന്നെ ചിന്തിക്കുന്നത്. നമ്മൾ സഹാബത്തിനെ പഠിക്കുമ്പോ, ദീന് പഠിക്കുമ്പോ, ദീനിന്റെ ഓരോ അധ്യാപനങ്ങൾ പഠിക്കുമ്പോ, മുൻഗാമികളുടെ വാക്കുകൾ നമ്മൾ പഠിക്കുമ്പോ നമ്മുടെ അബദ്ധങ്ങൾ നമുക്ക് ബോധ്യപ്പെടും. പടച്ചോനെ, ഞാനൊക്കെ അശ്രദ്ധയിലാണല്ലോ ജീവിക്കുന്നത് എന്നുള്ളത് മനസ്സിലായി. അല്ല, ഏറ്റവും ഒരുപാട് പരിഹാര മാർഗങ്ങൾ ഷെയ്ഖ് ഖഹ്താനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട 3 പരിഹാര മാർഗങ്ങൾ പറയാം. ഓക്കെ, നിങ്ങളൊരു 3 ടൈപ്പ് ചെയ്യോ? 3 പരിഹാരങ്ങൾ മാർഗം മാത്രം സൂചിപ്പിക്കും. ഓക്കെ, ഒന്നാമത്തത് ഇൽമാണ്. ഷെയ്ഖ് പറയുന്നത്, ഒന്നാമത്തെ പോയിന്റ് ഷെയ്ഖ് പറയുന്നത് ഇൽമാണ്. ദീന് പഠിക്കുക എന്നുള്ളതാണ്. ദീൻ ശരിക്കും നമ്മൾ പഠിക്കണം. ദീനെ നമ്മൾ പഠിക്കണം. ഞാൻ പറയുന്നത്, ഇത് നമ്മുടെ ഒരു ദിവസത്തിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ നടക്കേണ്ട ഒരു പ്രോസസ്സാണ് ദീൻ പഠിക്കുക എന്നുള്ളത്, നന്മ കേൾക്കുക എന്നുള്ളത്. ഇപ്പൊ എന്താ അറിയോ, പുതിയ കാലത്ത് പറഞ്ഞ ഡിസ്ട്രാക്ഷന്റെ കാലം. നമ്മുടെ ശ്രദ്ധ, പ്രിയപ്പെട്ടവരെ, തെറ്റിപ്പോവുകയാണ്. നമ്മൾ ശ്രദ്ധ തെറ്റിപ്പോവുകയാണ്. നമ്മൾ അശ്രദ്ധരായി മാറുന്ന ലോകത്താണ് നമ്മളുള്ള. അതിനുള്ള അശ്രദ്ധയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുപാട് സംഗതികൾ ഇന്നിങ്ങനെ കൂടിക്കൂടി വരികയാണ്. അതിൽപ്പെട്ടതാണ് ഈ മൊബൈൽ ഫോൺ, അങ്ങനത്തെ കുറെ സംഗതികൾ. അതൊക്കെ നന്മക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട സംഗതി. അപ്പൊ അവിടെ നമ്മൾ ഇൽമ് തേടുക, നമ്മൾ ദീനിനെ കുറിച്ച്, പരലോകത്തെ കുറിച്ച്, വിശ്വാസത്തെ കുറിച്ച്, ഇബാദത്തുകളെ കുറിച്ച് നമുക്ക് മനസ്സിന് ഒരു ഉണർവ് കിട്ടുന്ന ദീനിയായ ഈമാനികമായ ഇത് കിട്ടും. അത് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. വിശുദ്ധ ഖുർആന്റെ വിശദീകരണം വായിക്കുക, അതൊക്കെ അതിൽ പെട്ടു. ഖുർആൻ അർത്ഥസഹിതം പഠിക്കുക, അല്ലെങ്കിൽ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുക. ഈ ഒരു സംഗതി സ്ഥിരമായിട്ട് നടക്കണം. ഇത് നടക്കുമ്പോൾ നമ്മൾ അശ്രദ്ധയിലേക്ക് പോകുമ്പോഴേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചു വരാനുള്ള ഒരു തൗഫീഖ് ഇതിൽ കിട്ടും. മനസ്സിലായോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ മാർഗം. പഠിക്കുക എന്നുള്ളതാണ്, നന്മകൾ കേൾക്കുക എന്നുള്ളതാണ്.
അത് ബോധപൂർവം നമ്മൾ ചെയ്യണം. അത് ബോധപൂർവം നമ്മൾ ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തത്, ഇതൊക്കെ വളരെ വിശദമായി പറയേണ്ട പോയിന്റ് ആണ്. അത് പിന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. രണ്ടാമത്തെ എന്താ വെച്ചാല്, നമ്മള് പിന്നെ നമ്മോട് ഒരു ഡെയിലി ചെയ്യാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഡെയിലി നിർബന്ധമായും ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ എന്താ വെച്ചാല് അത് നമ്മൾ കൃത്യമായി പാലിക്കുക. ഒരു പിന്നെ സിമ്പിളായി പറഞ്ഞാല്, ഇപ്പൊ നമ്മള് അദ്കാർ ചൊല്ലുക എന്നുള്ള സംഗതി, വിക്റുകൾ ചൊല്ലുക എന്നുള്ളത് ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും, ഒരു ദിവസം ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നമ്മൾ ചൊല്ലേണ്ട വിക്റുകളുണ്ട്, അദ്കാറുകളുണ്ട്. പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലേണ്ട, കുറച്ച് സമയം ഇരുന്ന് ചൊല്ലേണ്ട സംഗതി ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ച ആ സന്ദർഭങ്ങളിൽ ചൊല്ലുമ്പോൾ തന്നെ നമ്മൾ എന്താ വെച്ചാൽ ഗാഫിലീൻ എന്നുള്ള ഒരു ഇതിൽ നിന്ന് പഠിച്ചോനെ നമ്മളെ പുറത്തു കൊണ്ടുവരും. അശ്രദ്ധർ എന്നുള്ള സംഗതിയിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരാൻ പറ്റും. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ ക്ലാസ് കേൾക്കാണ്, ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മൾ ദിക്റുള്ളയിലാണ് വരിക. അള്ളാഹിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഉളു എടുത്ത് നിസ്കരിക്കാൻ പോകുമ്പോൾ ഉളു ചെയ്യുമ്പോൾ നമ്മൾ ദിക്ർ ചൊല്ലുന്നു. ഉളുവിന് ശേഷം ദിക്റാണ്, പ്രാർത്ഥനയാണ്. നിസ്കാരത്തിൽ പ്രാർത്ഥനകളാണ്, അല്ലെ? നിസ്കാരമാണ് പിന്നുള്ളത്. നമ്മൾ സ്ഥിരം ചെയ്യേണ്ട 5 നേരത്തെ നിസ്കാരം, അതൊക്കെ മനസ്സറിഞ്ഞ് നിസ്കരിക്കുക. അതിനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകുക, അത് കൃത്യമായി നിർവഹിക്കുക. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ പാരായണം. അങ്ങനെ നമ്മളോട് പറഞ്ഞ ആ സംഗതി എന്താ വെച്ചാല്, അശ്രദ്ധയിലേക്ക് ഷെയ്ത്താൻ കൊണ്ടുപോകുമ്പോൾ ഷെയ്ത്താനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ കൂടിയാണത്. അങ്ങനെ ഷെയ്ത്താൻ രക്ഷപ്പെടുമ്പോഴേ നമുക്ക് ശ്രദ്ധ കിട്ടുള്ളൂ. അപ്പോ നിർബന്ധമായി നമ്മളോട് ചെയ്യാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ നമ്മൾ വിടാതിരിക്കുക. അത് കേവലങ്ങൾ നാവുകൊണ്ട് ചൊല്ലിപ്പോകുക എന്നതിനപ്പുറത്ത് അതിലൊക്കെ മനസ്സ് ഫോക്കസ് ചെയ്യാൻ പരിശ്രമിക്കുക. പരിശ്രമിച്ചില്ലേ അത് വെറുതെ അങ്ങനെ നാവുകൊണ്ട് ഇങ്ങനെ ചൊല്ലിപ്പോകുക ചെയ്യും. നാവുകൊണ്ട് ചില കൂലി കിട്ടും, പക്ഷെ ശ്രദ്ധ കിട്ടൂല. ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ള സംഗതി നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായോ? അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തെ മാർഗം ഷേഖ് പറയുന്നത് വിക്റുൽ മൗത്ത് എന്നുള്ളതാണ്. മരണത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക. മരണത്തെക്കുറിച്ച്, നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും നമുക്കൊരു ചിന്ത ഉണ്ടാകണം. പക്ഷെ ഞാൻ ഇന്ന് മരിച്ച എന്റെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ ആലോചിക്കണം. അത് അശ്രദ്ധയിൽ തിരിച്ചു വരാനുള്ള വലിയൊരു സംഗതിയാണ്. നമ്മൾ വാർത്തകൾ കാണുമ്പോഴൊക്കെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് ആ സമയത്ത് മാത്രല്ല, അല്ലെങ്കിലൊക്കെ നമുക്ക് ഇസ്ലാം പറഞ്ഞത് വദുകുറിൽ മൗത ഫീ സ്വലാത്തി, നിങ്ങൾ നിസ്കാരത്തിൽ മരണത്തെക്കുറിച്ച് ആലോചിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിസ്കരിക്കാൻ നിൽക്കുന്നതിന്റെ മുമ്പ് ലാസ്റ്റത്തെ നിസ്കാരം നിങ്ങൾ ചിന്തിക്കണം. ആലോചിച്ച് നോക്കണം, എത്ര ഗൗരവത്തിൽ റസൂൽ അക്സിറു, നിങ്ങൾ വർദ്ധിപ്പിക്കണം ദിക്റുൽ മൗത്ത്, ദിക്ർ ഹാദിമിൽ ലദ്ദാത്ത്, മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ. നിങ്ങൾക്ക് എല്ലാ സുഖങ്ങളും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങൾ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞു. ഇതൊക്കെ എന്തിനാ? നമ്മൾ ശ്രദ്ധയിലേക്ക് പഠിച്ചോനെ എനിക്ക് പോണല്ലോ ഈ ദുനിയാവിന്. നമ്മളിങ്ങനെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പ്രശ്നങ്ങളല്ല എന്ന് തോന്നപ്പോഴാണ്, നമ്മൾ മരണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ്. ഇതൊക്കെ ദുനിയാവ്, ഇതൊക്കെ കഴിഞ്ഞു പോകും. യഥാർത്ഥ ജീവിതത്തിലേക്ക് ഇനിയാണ് എനിക്ക് പോകാനുള്ളത്. ഇത് ജസ്റ്റ് ഒരു ടെസ്റ്റിംഗ് പീരീഡ് ആണ്, അല്ലേ? അങ്ങനെ ഒരു ശ്രദ്ധയിലേക്ക് നമുക്ക് വരാൻ പറ്റണം. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ അത് ഭയങ്കര പ്രയാസങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. ഈ 3 പരിഹാര മാർഗങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പിന്നെ അതോടൊപ്പം റഹ്മാനായ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുക, ബോധപൂർവം നമ്മൾ പ്രാർത്ഥിക്കുക. അതിനുള്ള സാഹചര്യങ്ങളിൽ, അതിനുള്ള കമ്മ്യൂണിറ്റിയുടെ ഇപ്പൊ നമ്മളെ ഈ ദർസ് സിസ്റ്റം ഒക്കെ അതിനു വേണ്ടിയിട്ടാണ്. ദർസിൽ ഫ്രീ ആയിട്ട് എല്ലാ ആഴ്ചയും ഇങ്ങനെ ക്ലാസ് കൊടുക്കണമൊക്കെ ആ പർപ്പസിലാണ്. നമ്മളിങ്ങനെ ജസ്റ്റ് ബാക്കൊക്കെ പോകുമ്പോൾ നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ. അപ്പൊ നമ്മൾ ഇതിൽ കയറാനുള്ള സാഹചര്യം പോലും ശൈത്താൻ തോന്നിപ്പിക്കാതെ നമ്മളെ കൊണ്ടുപോകും, ഡൈവേർട്ടാക്കും. മനസ്സിലായോ? അവിടെ നമ്മള് പിന്നെ ഒരു നിർബന്ധ ബുദ്ധി നമുക്ക് ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടേ ഉറങ്ങുള്ളൂ
എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി നമുക്ക് ഉണ്ടാകണം. ഒരു ദിവസം മിനിമം ചെയ്യേണ്ട കാര്യങ്ങൾ, അതിൽ പെട്ട കാര്യങ്ങളാണ് ഇപ്പൊ ഈ പറഞ്ഞ സംഗതിയൊക്കെ. അതുകൊണ്ടാണ് പിന്നെ അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ വഇലൈഹി നുശൂർ. അല്ലെ, നമ്മള് മരണത്തെ കുറിച്ചിട്ട് ഓർമ്മിപ്പിക്കുന്നത്. പടച്ചോൻ എണീക്കുമ്പോ ഞാൻ പിന്നെ എന്നെ മരിപ്പിച്ചതിന് ശേഷം ജീവൻ നൽകിയെന്നാ പറയണത്. ഉറങ്ങി എണീക്കണ ഉറക്കം എന്നുള്ള ചെറിയ മരണമായി പരിചയം. ബിസ്മിക അല്ലാഹു മഹ്യാ വമൂത്ത്. ഉറങ്ങണ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലാഹുവേ നിന്റെ നാമത്തിൽ ഞാൻ ഉറങ്ങുകയാണെന്നല്ല ശരിക്കും പറയണത്, നിന്റെ നാമത്തിൽ ഞാൻ മരിക്കുകയാണ്, നിന്റെ നാമത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. മരണം ചെറിയ ഉറക്കം, പിന്നെ ഉറക്കം എന്നുള്ള ചെറിയ മരണമാണ്. ഇതൊക്കെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കണം. എന്തിനാ? ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ ഒരു ഗഫ്ലത്തിന്റെ ലോകം, ഒരു അശ്രദ്ധയിലേക്ക് കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ കൂടി വരികയാണ്. അവിടെ നമ്മൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ വളരെ ഗൗരവത്തിൽ നമ്മൾ ഈ ഒരു ശ്രദ്ധയുടെ അവസ്ഥയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരിമാര്, ഭയങ്കര പ്രയാസമായിരിക്കും അതുകൊണ്ട് ഉണ്ടാകുക. അതുകൊണ്ട് നമുക്ക് നമ്മോട് ആത്മാർത്ഥമായി ഇഷ്ടമുണ്ട് എങ്കിൽ അശ്രദ്ധയിൽ നമ്മൾ തിരിച്ചു വരണം. മനസ്സിലായി? നമുക്ക് കുറെ ഉൾക്കാഴ്ച കിട്ടാണ്ട്, കുറേ ഉൾക്കാഴ്ച കിട്ടി. നമുക്ക് എന്താ അറിയാം, ഇപ്പോഴും ചിലതൊന്നും മനസ്സിലാകാത്തത്, ഇപ്പോഴും ചിലത് മുൻഗാമികൾ ചിന്തിച്ച പോലെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത് എന്താ വെച്ചാൽ, നമ്മളെ ജീവിതത്തിലെ അശ്രദ്ധയും നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളൊക്കെയാണ്. നമ്മളൊക്കെ ശരിക്കും തൗബ ചെയ്ത് എപ്പോഴും ഇസ്തിഗ്ഫാറും തൗബയായിട്ട് മുന്നോട്ട് പോയി ദീൻ പഠിച്ച് കൂടുതൽ സൂക്ഷ്മതയോടെ ജീവിക്കുമ്പോൾ നമ്മൾ ഇതുവരെ ചിന്തിക്കാത്ത പല സംഗതിയും അള്ളാഹ് നമ്മുടെ മനസ്സിലേക്ക് ഇട്ടു തരും. നിസ്കാരത്തിലൊക്കെ നമുക്ക് ശ്രദ്ധ കിട്ടാൻ തുടങ്ങും. ഇബാദത്തിൽ നമുക്ക് ഒരു ഹലാവത്ത്, ഒരു ആസ്വാദനം, ഒരു മാധുര്യം കിട്ടാൻ തുടങ്ങും. മനസ്സിലായോ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നമ്മൾ ഈ ഒരു വഴിയിലേക്ക് നമ്മൾ വരിക. കൂടുതൽ നമ്മൾ ദീൻ അപ്ഡേറ്റ് ചെയ്യാൻ കുറെ അടിപൊളി ഡ്രസ്സ് എടുക്കുക, അല്ലെ, അതിനുവേണ്ടി കുറെ മണിക്കൂറുകൾ ചെലവഴിക്കുക, അല്ലെ, ദുനിയാവിന്റെ ഓരോ സംഗതിക്ക് ഭയങ്കര ടെൻഷൻ, ആലോചന, ചിന്ത, പരലോകം, ആ ചിന്തയല്ല അവിടെ പിശാച് അതിജയിക്കാൻ അനുവദിക്കരുത്. നമ്മുടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയും ബേജാറും ഒക്കെ വരേണ്ട ഇതിലാണ്. അപ്പോഴേ നമുക്ക് സമാധാനത്തോടെ കബർ കിടക്കാൻ പറ്റുള്ളൂ. ആരും ഉണ്ടാവില്ല, ഭർത്താവ് ഉണ്ടാവില്ല, മക്കളുണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് ആ ഒരു ചിന്തയോടുകൂടെ നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടെ ഓർമ്മപ്പെടുത്താൻ. ഇൻഷാ അല്ലാഹ് ഒരു അപ്ഡേറ്റ്, ഹിമായുടെ ഒരു അപ്ഡേറ്റ് പറയാനുള്ളത്, നാളെ നമുക്ക് മനസ്സറിഞ്ഞുള്ള നിസ്കാരം നിർവഹിക്കാനുള്ള ഒരു പിന്നെ 3 രഹസ്യങ്ങളെ കുറിച്ച്, 3 മാർഗങ്ങളെ കുറിച്ച് നാളത്തെ ക്ലാസ്സിൽ നല്ല സ്പെഷ്യൽ ഒരു വെബിനാർ നടക്കുന്നുണ്ട്. 2 ലക്ഷ്യങ്ങളാണ് അതിനുള്ളത്. ഒന്നാമത്തത് പിന്നെ 3 മാർഗങ്ങൾ വിശദീകരിക്കുന്ന ഒരു ക്ലാസ് ഇൻഷാ അല്ലാഹ് ഉണ്ടാവും. അതോടൊപ്പം പിന്നെ ഓൾറെഡി ഇപ്പൊ നമ്മൾ പിന്നെ 7 ദിവസത്തെ നിസ്കാര പഠന കോഴ്സ്, ഫ്രീ കോഴ്സ് ഒരുപാട് ആളുകൾ അറ്റൻഡ് ചെയ്ത ആളുകൾ ഇതിലുണ്ട്. എന്നാൽ കൂടുതൽ പഠിക്കണം ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ അവരുടെ പിന്നെ ആവശ്യങ്ങൾ പറഞ്ഞിരുന്നു. അതിനുവേണ്ടി നമ്മൾ 2 മാസത്തെ ഒരു കോഴ്സ് നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നെ ആദ്യമായി കട്ടായോ? ഞാൻ പറയുന്നത് കേൾക്കണില്ല? വോയിസ് ഓക്കെ എന്ന് ജസ്റ്റ് ഒന്ന് ഓക്കെ എന്ന് പറയും. SMMന് മാത്രമാണോ നോക്കട്ടെ? ഓക്കെയാണ്. ഓക്കെ. ആദ്യമായി നിസ്കാരത്തെ കുറിച്ച് സഹോദരിമാർക്ക് കൃത്യമായി പഠിക്കാനുള്ള ഒരു സംഗതി നമ്മൾ പിന്നെ ഫസ്റ്റ് ബാച്ച് നമ്മൾ പിന്നെ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പൊ അതുമായി എന്താണ് ആ കോഴ്സിന്റെ സംഗതി ഒക്കെ നാളത്തെ ക്ലാസ്സിന്റെ ലാസ്റ്റ് ഞാൻ പറയും. അതിന്റെ രൂപം എന്താണ്, അതിന്റെ ഫീസ് എത്രയാണ്, എല്ലാ സംഗതിയും ഇൻഷാ അല്ലാഹ് നാളത്തെ ഒരിക്കലും നമ്മൾ മിസ്സാക്കാതിരിക്കുക. കാരണം ഇങ്ങനൊരു സംഗതി ഇൻഷാ അല്ലാഹ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണം ഉണ്ടാക്കുന്ന സംഗതിയായിരിക്കും. നിസ്കാരത്തെ കുറിച്ചുള്ള ഒരു കൃത്യമായ ഒരു അറിവും കാഴ്ചപ്പാടും ശ്രദ്ധ കിട്ടാനുള്ള പരിശീലനമൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ അൽഹംദുലില്ലാഹ് അത് പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോണത്. ഓക്കെ. അപ്പൊ അത് ഉപയോഗപ്പെടുത്തേണ്ട ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് അത് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ മാക്സിമം നമ്മുടെ സിസ്റ്റത്തിന്റെ നമ്മുടെ പഠനവും കുറെ ആളുകളുണ്ട് മാഷാ അല്ലാഹ്. ഇതിൽ തന്നെ ഒരുപാട് ആളുകളുണ്ട് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന, എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുന്ന, ജീവിതത്തിൽ മെച്ചപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പിന്നെ ആളുകൾ. അവരാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ വിജയിച്ച ആളുകൾ.
അല്ലാത്ത ആളുകൾ എന്താ അറിയും, അല്ലാത്ത ആളുകൾ ഈ ദുനിയാവിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ഇവിടുത്തെ പ്രശ്നങ്ങൾ, ഇവിടുത്തെ സംഗതികൾ, അവൻ അങ്ങനെ ചെയ്തില്ല, ഇവന് ചിന്തില്ല, അവൾ എന്നോട് അങ്ങനെ ചെയ്തില്ല, അതൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ ആയുസ് നമ്മൾ നശിപ്പിക്കരുത്. നമ്മൾ നമ്മുടെ ഈമാനിനെ, നമ്മുടെ തഖ്വയെ, നമ്മുടെ ഇബാദത്തിനെ അതിനെ അപ്ഡേറ്റ് ചെയ്യാനുള്ള പണി നമ്മൾ എടുക്കേണ്ടത്. അതേ നമുക്ക് ഖബറിൽ ഉണ്ടാകുള്ളൂ, അതേ നമുക്ക് പരലോകത്തിൽ ഉണ്ടാകുള്ളൂ ഇൻഷാ അല്ലാഹ്. അപ്പൊ അതിന് ഉതകുന്ന സംഗതിയാണ് നമ്മുടെ ദർസിന്റെ ഈ ക്ലാസ് ഒക്കെ. അതുപോലെ ഹിമായ നടത്തുന്ന വ്യത്യസ്ത നാളത്തെ വെബിനാർ നമുക്ക് ഫ്രീ ആണ്. അങ്ങനെയുള്ള ഫ്രീ വെബിനാറുകൾ നടത്താറുണ്ട്, ഫ്രീ വർക്ക്ഷോപ്പുകൾ നടത്താറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലുള്ള 2 മാസത്തെ 3 മാസത്തെ 1 മാസത്തെ നീണ്ടു നിൽക്കുന്ന കുറച്ചൊക്കെ റിസ്ക് എടുത്ത് അത്യാവശ്യം നല്ല സമയം സ്പെൻഡ് ചെയ്ത് നമ്മൾ തയ്യാറാക്കുന്ന കോഴ്സുകൾ ഉണ്ടാകാറുണ്ട്. അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ട ആളുകൾക്ക് അതൊക്കെ ഉപയോഗപ്പെടുത്താം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഏറ്റവും വലിയൊരു മെസ്സേജ് എന്താ വെച്ചാൽ, അശ്രദ്ധയിൽ നിന്ന് നമ്മൾ ഉണരണം. അശ്രദ്ധയിൽ നിന്ന് നമ്മൾ ഉണരണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനു വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അത് നമ്മുടെ അശ്രദ്ധ വരുമ്പോൾ നമ്മുടെ മക്കൾക്കും അശ്രദ്ധ കിട്ടും. നമ്മുടെ അശ്രദ്ധ വരുമ്പോൾ നമ്മുടെ ഭർത്താവിന് അശ്രദ്ധ വരും. കാരണം നമ്മൾ തന്നെ അശ്രദ്ധരായ ആരാണ് ആ ശ്രദ്ധയിലേക്ക് കൊണ്ടുപോകാൻ ഉണ്ടാകുക? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, ശ്രദ്ധയുള്ളവരാകണം. ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കുക, നമ്മൾ ദീന് പഠിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ നമ്മളത് നിത്യജീവിതത്തിൽ എന്നും പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ മറക്കാതെ എന്തായാലും പ്രാക്ടീസ് ചെയ്യുന്നുള്ള നിർബന്ധ ബുദ്ധി ഉണ്ടാകുക. അതോടൊപ്പം നമ്മൾ റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുക, മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക, എപ്പോഴും വിചാരണ ചെയ്യുക. ഉറങ്ങണീന്റെ മുമ്പ് പഠിച്ചോനെ ഞാൻ ഇന്ന് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു ആത്മവിചാരണ നടത്തുക. അങ്ങനെ മുന്നോട്ട് പോകുക. റഹ്മാനായ റബ്ബ് അതിന് നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറകല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹു വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി